നിങ്ങൾ സ്വപ്നം കാണുന്നവരാണെങ്കിൽ ഈ 11 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 1. സ്വപ്നം 3 വിധമുണ്ട് എന്നാണ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. 1. മനസ്സിലെ തോന്നൽ. 2. പിശാചിന്റെ പേടിപ്പിക്കൽ. 3. അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്ത. 2. സ്വപ്നത്തിന് പ്രവാചകത്വവുമായി ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നല്ല സ്വപ്നം നുബുവത്തിന്റെ 46 അംശങ്ങളിൽ ഒരു അംശമാണ്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാനാവും. എന്നെ സ്വപ്നം കണ്ടാൽ അവൻ കണ്ടത് ശരിക്കും എന്നെ തന്നെയായിരിക്കും, കാരണം പിശാചിന് എന്റെ രൂപത്തിൽ വരാനാവില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്കെല്ലാവർക്കും നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 4. ദുസ്വപ്നം പിശാചിൽ നിന്നുണ്ടാവുന്നതാണ്. 5. ദുസ്വപ്നം കണ്ടാൽ ആരോടും പറയാതിരിക്കുക. അഊദു ഓതുക. സ്വപ്നത്തിന്റെ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക. 6. ദുസ്വപ്നം ആരോടും പറയരുത് എന്ന് പറയുന്നതിന്റെ കാരണം, പറയാതിരുന്നാൽ ആ സ്വപ്നം കൊണ്ട് യാതൊരു ദുരന്തവും ഉണ്ടാവുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 7. ദുസ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടിയുണർന്നാൽ കിടന്ന സ്ഥലം മാറികിടക്കുന്നത് നല്ലതാണ്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. 8. നല്ല സ്വപ്നം കണ്ടാൽ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലണം എന്ന് ഹദീസിലുണ്ട്. 9. നല്ല സ്വപ്നം കണ്ടത് തനിക്ക് ഇഷ്ടപ്പെട്ടവരോടോ ബുദ്ധിയുള്ളവരോടോ മാത്രമേ പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 10. സ്വപ്നം കൂടുതൽ യാഥാർത്ഥ്യമാവൽ സംസാരത്തിൽ കൂടുതൽ സത്യം പറയുന്നവർക്കാണ്. 11. ഉറങ്ങുമ്പോൾ ദുസ്വപ്നം കണ്ട് പേടിക്കാതിരിക്കാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ ഇസ്ലാം കൽപ്പിച്ച സൂറത്തുകൾ, ദിക്റുകൾ എന്നിവ ചൊല്ലിക്കിടക്കുക. ആയത്തുൽ കുർസി, ഇഖ്ലാസ്, ഫലഖ്, നാസ്, സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ബിസ്മിക റബ്ബി എന്ന് തുടങ്ങുന്ന ദുആ എന്നിവയും മറ്റും പതിവാക്കുക. വുളുവോടുകൂടി കിടക്കുക. നമ്മൾ ഒരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചാൽ അവർ ചെയ്യുന്നതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലുള്ള അറിവുകൾക്കായി ഫോളോ ചെയ്യാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.